എന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ, കണ്ണുനീർ എന്നു മാറുമോ, വേദനകൾ എന്നു. സുപ്രഭാതം. ഇന്നത്തെ തമസോമ ജ്യോതിർഗമയ എന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ഒരുമിച്ച് തമസോമ ജ്യോതിർഗമയിൽ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളിലായി ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ശ്രവിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഓഫീസിലേക്ക് വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചുകൊണ്ട് അനവധി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രയർ ടീം അതിനുവേണ്ടി മധ്യസ്ഥ അണിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് സർവശക്തനായ ദൈവം വേഗത്തിൽ മറുപടി തരുമാറാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ക്രിയാത്മകമായ പ്രതികരണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാമൂഹിക തിന്മകളിൽ നിന്നും മുക്തി പ്രാപിക്കുവാൻ സർവേശ്വരൻ ഈ പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്ന ഏവർക്കും കൃപ നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു സാമൂഹിക തിന്മയെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ എടുത്തു കാണിച്ച് അതിൻ്റെ ഭവിഷ്യത്തുകളും എടുത്തു കാണിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ്. ഈ രാവിലെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വഴികളിലേക്ക് പോകുന്നതിന് മുൻപായി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്പനിമിഷങ്ങൾ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ഈ TV പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്, വീട്ടമ്മമാർ അവരുടെ ജോലി തിരക്കുകളിലേക്ക് ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ 7:30 വരെയുള്ള മിനിറ്റുകൾ നിങ്ങളുടെ സജീവമായ ശ്രദ്ധയെ ഞാൻ ഈ TV പോയിന്റിലേക്ക് ക്ഷണിക്കുന്നു. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ പ്രഥമ പ്രസംഗത്തിൽ ഇന്ത്യയെ താൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: എൻ്റെ ആദ്യത്തെ കർത്തവ്യം ആരോഗ്യ ദൃഢഗാത്രരായ ഒരു പറ്റം ചെറുപ്പക്കാരെ ഇന്ത്യയിൽ വാർത്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കർത്തവ്യമെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസ്താവിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമായിരുന്നു, അദ്ദേഹത്തിന് ഒരു ആഗ്രഹമായിരുന്നു ആരോഗ്യ ദൃഢഗാത്രരായ ഒരു പറ്റം ചെറുപ്പക്കാരെ ഇന്ത്യക്ക് സംഭാവന ചെയ്യുക, ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ആരോഗ്യമുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ വാർത്തെടുക്കുക എന്നുള്ളത്. ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയായി ശ്രീ മൻമോഹൻ സിംഗ് നമ്മുടെ ഇന്ത്യയെ ഭരിക്കുന്നു. സ്നേഹിത, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ അഭിലാഷമായിരുന്നു ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ വാർത്തെടുക്കുക എന്നുള്ളത്. ചില നിമിഷങ്ങൾ ഇന്നത്തെ ചെറുപ്പക്കാരിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്നത്തെ ചെറുപ്പക്കാർ ആരോഗ്യമുള്ളവരാണോ? ഇന്നത്തെ ചെറുപ്പക്കാർ എത്തരത്തിലുള്ള ആരോഗ്യമുള്ളവരാണ്? ഈ തമസോമ ജ്യോതിർഗമയ എന്ന ഈ എപ്പിസോഡിൽ ഇന്നത്തെ സാമൂഹിക തിന്മ അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്ത എന്നുള്ളത്. ഞാൻ അല്പനിമിഷങ്ങൾ ഇന്നത്തെ ചെറുപ്പക്കാരെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി മദ്യത്തിനും പുകവലിക്കുമെതിരെ ശബ്ദമുയർത്തുവാനായി സർവശക്തനായ ദൈവം ഇട നൽകി. ഇന്ന് സാമൂഹികമായ ഒരു മഹാതിന്മയെക്കുറിച്ച്, വിശേഷിയാൽ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഒരു ഇരുട്ടിനെക്കുറിച്ച്, ഇരുട്ടിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ഒരല്പനിമിഷം സംസാരിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. പാൻ പരാഗും പാൻ മസാലകളും വ്യത്യസ്ത നിറത്തിൽ, വ്യത്യസ്ത വർണ്ണക്കൂടുകളിലായി നമ്മുടെ കൊച്ചു കൊച്ചു മാടക്കടകളിൽ മുതൽ വലിയ വലിയ കടകൾ വരെ തൂങ്ങിക്കിടക്കുന്ന പാൻ മസാലകളും വ്യത്യസ്തമായ പാൻ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പാൻ പരാഗ് ഇന്നത്തെ ചെറുപ്പക്കാർ ഏറ്റവും അധികമായി ഉപയോഗിക്കുന്ന ഒരു ലഹരി വസ്തുവാണ് പാൻ പരാഗ് അല്ലെങ്കിൽ പാൻ ഉൽപ്പന്നങ്ങൾ. പാൻ മസാലകൾ ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ? പാൻ പരാഗ് ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ? നമ്മുടെ കൊച്ചു കേരളത്തിൽ 16,500 സ്കൂളുകളും കോളേജുകളുമുണ്ട്. ഈ 16,500 സ്കൂളുകളിലും കോളേജുകളുമായി 75 ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്.
75 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ 40% വിദ്യാർത്ഥികൾ പാൻ മസാലകൾ, വ്യത്യസ്ത പാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നാണ് പത്ര റിപ്പോർട്ടുകൾ. 40% വിദ്യാർത്ഥികളും പാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പാൻ മസാലകൾ ഉപയോഗിക്കുന്നു. പാൻ മസാലകൾ, പാസ് എന്തൊക്കെ വ്യത്യസ്ത തരത്തിലാണ് പാൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഒരു മാസം കൊച്ചു കേരളത്തിൽ 17,500 കിലോഗ്രാം പാൻ മസാലകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MP കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഈ പ്രസ്താവന. ഒരു മാസം തന്നെ 17,500 കിലോഗ്രാം പാൻ ഉൽപ്പന്നം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കൊച്ചു കേരളത്തിൽ വിൽക്കപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ ഈ പാൻ മസാലകൾ, പാൻ പരാഗ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന്? പാൻ മസാല, പാൻ പരാഗ് ഇന്നും താങ്കളുടെ ചുണ്ടിലില്ലേ? ഇത് ചവച്ച് അരച്ചുകൊണ്ടല്ലേ താങ്കൾ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നത്? താങ്കളോടാണ് ഇന്ന് രാവിലെയുള്ള ഈ പ്രഭാഷണം. ദയവായി ശ്രദ്ധിക്കൂ. താങ്കളുടെ ഭർത്താവ് ഒരുപക്ഷെ പാൻ മസാല ഉപയോഗിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന താങ്കളുടെ വിദ്യാർത്ഥി, താങ്കളുടെ മകൻ ഒരുപക്ഷെ പാൻ പരാഗ് ഉപയോഗിക്കുന്ന ആളായിരിക്കാം. ശ്രദ്ധിക്കൂ, ദയവായി ശ്രദ്ധിക്കൂ. ഞാൻ നിങ്ങളുമായി അതിൻ്റെ ഭവിഷ്യത്ത് പറയുവാനായി താല്പര്യപ്പെടുകയാണ്. കഞ്ചാവ് വറുത്ത് അതിനകത്ത് പുകയിലയും ചുണ്ണാമ്പും ചേർത്ത് പൊടിച്ച് അതിൻ്റെ കൂടെ 1 കിൻഡൽ പാൻ പരാഗ് ഉണ്ടാക്കുവാൻ ഏകദേശം 15 കിലോ മുതൽ 20 കിലോഗ്രാം കുപ്പിച്ചില്ലുകൂടെ നമ്മുടെ നാട്ടിലൂടെയൊക്കെ തമിഴന്മാർ, അണ്ണാച്ചികൾ കുപ്പി പെറുക്കി നടക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിൽ നിന്നും തലേദിവസം ഇന്നലെയും ഒരുപക്ഷെ 10-15 രൂപയുടെ കുപ്പികൾ പറക്കി വിറ്റ് പണം ഒരുപക്ഷെ നിങ്ങളുടെ കീശനുണ്ടായിരിക്കാം. നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരെല്ലാം കുടിച്ചു തീർത്ത കുപ്പി എങ്ങനെയെങ്കിലും വീട്ടമ്മമാർ ഒഴിവാക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്. ഈ കുപ്പി ഒക്കെ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്കറിയാമോ? 1 കിൻഡൽ പാൻ പരാഗ് ഉണ്ടാക്കണമെങ്കിൽ 15 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ കുപ്പിച്ചില്ലും കൂടെ വേണം. ഈ കുപ്പിച്ചില്ലും കൂടെ പൊടിച്ച് ചുണ്ണാമ്പിൻ്റെ കൂടെയും കഞ്ചാവിൻ്റെ കൂടെയും പുകയിലയുടെ കൂടെയും ഇത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 കിലോഗ്രാം കുപ്പിച്ചില്ലു കൂടെ ചേർത്ത് പൊടിച്ച് ഒരു പ്രത്യേക മിശ്രിതമായിട്ടാണ് നാം ഒക്കെ കാണുന്ന വർണ്ണക്കൂടുകളിൽ നമ്മുടെ കടകളിൽ തൂക്കിയിട്ടിരിക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞ ഞരമ്പുകളുള്ളത് നമ്മുടെ ചുണ്ടിൻ്റെ അടിവശത്താണ്. ചില ആളുകൾ, ചില ചെറുപ്പക്കാർ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റോഡിലൂടെ ടൗണിലൂടെ പോകുമ്പോൾ ഈ സാധനം വാങ്ങി കയ്യിലിട്ട് തിരുമി ആ ചുണ്ടിലോട്ട് വെച്ച് കടയുടെയൊക്കെ ഷട്ടർ അടയ്ക്കുന്ന പോലെ മേൽചുണ്ടും കീഴ്ചുണ്ടും കൊണ്ട് കൂട്ടി അടച്ച് ഒരൊറ്റ ഇരിപ്പ കണ്ടിട്ടില്ലേ? എന്തൊരു സുഖമാ! ആ ഇരിപ്പ് കണ്ടാൽ അറിയാം, സ്വർഗത്തിലേക്ക് പോയതുപോലുള്ള സുഖത്തോടു കൂടെ ഇരിക്കുകയാണ്. ശരീരത്തിൽ ഏറ്റവും കട്ടി കുറഞ്ഞ ഞരമ്പുകളുള്ളത് നമ്മുടെ ചുണ്ടിലാണ്. സ്നേഹിത, ഈ ചുണ്ടിലൂടെ ഈ കുപ്പിച്ചില്ലിൻ്റെ പൊടികൾ വേഗത്തിൽ ഇതിലോട്ട് കയറി നമ്മുടെ ചുണ്ടുകളിൽ, ഇത് ഉപയോഗിക്കുന്നവരുടെ ചുണ്ടുകൾക്ക് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ സുഷിരത്തിലൂടെ ഈ പാൻ പരാഗിൻ്റെ പൊടികൾ തലച്ചോറിലേക്ക് പോയി ഒരു മനുഷ്യനെ വല്ലാത്ത പ്രാകൃതനാക്കി തന്നെ മാറ്റുകയാണ്. പാൻ മസാലകൾ ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരൻ, പാൻ പരാഗ് കഴിഞ്ഞ 6 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, തൊടുപുഴക്കാരൻ രാജു, അദ്ദേഹത്തെക്കുറിച്ച് പേപ്പറിൽ ഒരു വാർത്ത വന്നത് വായിക്കുവാനിടയായി തീർന്നു. രാവിലെ പല്ല് തേക്കുവാനായി അദ്ദേഹം ബ്രഷ് എടുത്തു, പല്ല് തേക്കുവാനായിട്ട് ആരംഭിച്ചു. കുറച്ച് 1-2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിളിലൂടെ ഈ ബ്രഷ് പുറത്തേക്ക് പോയി. തൊടുപുഴക്കാരൻ രാജുവിൻ്റെ ഒരു ചരിത്രം. മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ വാമറച്ച് ക്യാൻസറായി 22